മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല അടിപൊളി തീയലാണ്. ഇതിന് വേണ്ട പച്ചക്കറിയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തീയലാണ്. എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു തീയലാണ് കേട്ടോ. ഏതൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ട് അതൊക്കെ ഇടുക. ആദ്യം വേവുള്ള കഷ്ണങ്ങൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ആദ്യം വേവുള്ള കഷ്ണങ്ങൾ ആദ്യം ഇടുക. അതായത് ക്യാരറ്റ്, അച്ചിങ്ങാപ്പയർ, ബീട്രൂട്ട്, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഞാൻ ആദ്യം ഇടുന്നുണ്ട്. ഇത് കുറച്ച് വേവുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും എടുക്കാം. കുമ്പളങ്ങ എടുക്കാം, മത്തൻ വേണം എടുക്കാം, എല്ലാം കയ്യിലുള്ള എന്തൊക്കെ പച്ചക്കറി ആണെങ്കിലും എടുക്കാം കേട്ടോ. വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തീയറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ വേവാൻ ആവശ്യമായ വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നമുക്ക് വേവിക്കാൻ അടുപ്പത്ത് വെക്കുക. ഇത് നന്നായിട്ട് വെന്തിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കൂടി ചെയ്യാം. ഇതിൻ്റെ കളറിങ്ങനെ ബീട്രൂട്ട് ചേർത്തതുകൊണ്ടാണ് ഇതിൻ്റെ കളറിങ്ങനെ കേട്ടോ. ബീട്രൂട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എനിക്ക് ബീട്രൂട്ട് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത്ര കളർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ഒഴിവാക്കാം കേട്ടോ. ഇതൊന്ന് ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്ക, ഇനി വേവ് കുറഞ്ഞത് വഴുതിനിങ്ങ, വെണ്ട എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല, തക്കാളി ഒക്കെ ഇടുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഈ ടൈമിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാവൂ കേട്ടോ. പച്ച വെള്ളം, നോർമൽ വെള്ളം ഒഴിക്കരുത്. ഒന്ന് മിക്സായി കൊടുക്കുക. വെന്ത കഷ്ണത്തിലേക്ക് നമ്മൾ നോർമൽ വാട്ടർ ഒഴിക്കരുത് കേട്ടോ. ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് അപ്പുറത്തെ അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ട ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കുക കേട്ടോ. കഷ്ണങ്ങളുണ്ട് അതിലുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ തേങ്ങ എടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടുക. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. അതായത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ കഷ്ണങ്ങളൊന്ന് വെന്തോ നോക്കുക. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഒന്ന് തിളച്ചിട്ടിടാമെന്ന് വെച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന് നോക്കണേ. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്തുടഞ്ഞു പോകരുത്. ഒരു നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേവുന്ന തരത്തിൽ അങ്ങനെ ആവണം കേട്ടോ. മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് അധികം നേരം വേവിച്ചെടുക്കരുത്. ഇനി നമുക്ക് ഇതിൽ വേണ്ട പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി കേട്ടോ. ഞാൻ മല്ലിപ്പൊടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടൊന്ന് കണ്ടു നോക്കണേ. മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമ്മളിതിൽ തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് ഈ അടുപ്പത്ത് ഇത് അരച്ചൊഴിക്കണം. ഇനി ഇതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തീയലിൽ സാധാരണ പുളിവെള്ളം ഒഴിക്കൂലേ, അങ്ങനെ ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. വലിയ കഷ്ണങ്ങൾ വെന്തിട്ടില്ല കേട്ടോ. നന്നായി മിക്സായി കൊടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിക്കണം. ഈ വിഷുവിന് എല്ലാവരും ഇതുപോലൊരു തീയലുണ്ടാക്കി നോക്കൂ കേട്ടോ. സാമ്പാറിൻ്റെ ആവശ്യമില്ല. ഇങ്ങനൊരു തീയലുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സായി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിങ്ങനെ അരച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ആയി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായ ഗ്രേവി, ഈ മിക്സി ഒന്ന് കഴുകി ആവശ്യമായ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സ് കൊടുക്കുക. നല്ല അടിപൊളി തീയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. സൂപ്പർ തീയലാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കറിയാണ്. ഇനി ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കുറച്ചുകൂടെ, നമ്മൾ ഗ്രേവി വെള്ളവും അരച്ച മിക്സൊക്കെ ഇട്ടുകൊണ്ട് ഇതിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായി മിക്സൊക്കെ ഇട്ട് നന്നായി തിളച്ച് വരട്ടെ. അതിന് ശേഷം നമ്മൾ തളിച്ചിട്ടാൽ മതി. നന്നായി തിളച്ച് വരട്ടെ.
ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ തീയലൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ മതി. പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്താൽ നല്ല അടിപൊളി കറിയാണ്. ഉണ്ടാവും. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുന്നത് എടുക്കുമ്പോൾ നമ്മൾ കറി എടുക്കുമ്പോൾ വെള്ളത്തിലുള്ള സ്പൂണൊന്നും എടുക്കരുത് കേട്ടോ. അങ്ങനെ കറി കേടായി പോവേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തളിച്ചിടാം. ഞാനത് അപ്പുറത്തെ അടുപ്പത്തിൽ തിളച്ചതിന് ശേഷം അപ്പുറത്തെ അടുപ്പത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈ പാൻ എടുക്കുക. നമ്മൾ സാധാരണ താളിച്ചിടുന്നത് പോലെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം. തീയലൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. വേണമെങ്കിൽ ചെറിയുള്ളി ഇടാം. വറവ് ഇടുമ്പോൾ ചെറിയുള്ളി ഇടാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് ഇതൊന്ന് തീ ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് താളിച്ചിടാം. നല്ലോണം താളിച്ചിടുക. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കും. ആർക്ക് വേണമെങ്കിലും ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അധികം നമ്മളെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ തീയലിന് വേണ്ടിയിട്ട് വെണ്ടക്ക തീയൽ, മുരിങ്ങക്ക തീയലൊക്കെ ഇല്ലേ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഒരു കഷ്ണം വെച്ച് ഇട്ടിട്ട് നമ്മൾ ഇതിന്ന് ഉണ്ടാക്കിയെടുത്തത്. ഈ വിഷുവിന് സാമ്പാർ വെക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.